കൊച്ചിയിൽ കടവന്ത്രയിൽ പഴകിയ ഭക്ഷണം പിടികൂടിയിരിക്കുന്നു. വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിൽ വിതരണം ചെയ്യാൻ തയ്യാറാക്കിയ ഭക്ഷണമാണ് പിടികൂടിയത്. കൊള്ളാം. കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗമാണ് പരിശോധന നടത്തിയത്. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ് അർജുൻ മട്ടന്നൂർ. എന്താണ് സംഭവം? നമ്മളൊക്കെ വന്ദേ ഭാരതിൽ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. വളരെ മോശമായ ഒരു ദൃശ്യമാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് കോർപ്പറേഷൻ്റെ ആരോഗ്യ വിഭാഗമാണ് പരിശോധന നടത്തിയത്. ഇത്തരത്തിൽ വളരെ പഴകിയ ഭക്ഷണമാണ് ഇവിടെ നിന്ന് പിടികൂടിയിരിക്കുന്നത്. ട്രെയിനുകളിലടക്കം വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന ഭക്ഷണമാണ്. വളരെ കാലപ്പഴക്കമുള്ള തുറന്നു വെച്ച സ്ഥിതിയിൽ ഈച്ചയടക്കം നിൽക്കുന്ന സാഹചര്യമാണ് ഈ ഭക്ഷണത്തിലൊക്കെ കാണുന്നത്. കറി, അതോടൊപ്പം തന്നെ പഴകിയ ഭക്ഷണ സാമഗ്രികളൊക്കെ തന്നെ കാണാം. കടവന്ത്രയിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു സ്ഥാപനമാണ് ഇത്. ബൃന്ദാവൻ ഫുഡ് പ്രൊഡക്ട്സ് എന്നാണ് പേര്. ഇവിടെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇത് നിർമ്മിക്കുന്നതും ഇത് പാക്ക് ചെയ്യുന്നതും ഒക്കെ തന്നെ. ഇത് അതിനുശേഷം ഈ വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിൽ വന്ദേ ഭാരതിൻ്റെ സ്റ്റിക്കർ അടക്കം പതിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന ഭക്ഷണമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ കൃത്യമായ ഒരു മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്നാണ് പ്രാഥമികമായ ഒരു നിഗമനം. പ്രത്യേകിച്ച് ഇതിൻ്റെ ഉടമ ആരാണ്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ മാനേജർ ആരാണ് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ കോർപ്പറേഷൻ പോലും കൃത്യമായ ഒരു വ്യക്തതയില്ല. അത്തരത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വളരെ മോശമായ സാഹചര്യത്തിൽ മോശമായ ഭക്ഷണം പാകം ചെയ്യുകയും അത് മോശമായ രീതിയിൽ സൂക്ഷിക്കുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥരടക്കം ഇവിടെയുണ്ട്. മാഡം, ഇത് വളരെ പഴക്കമുള്ള ഭക്ഷണമാണ്. അതെ, എൻ്റെ എക്സ്പയറി എല്ലാം കഴിഞ്ഞതാണ്. ഇപ്പം ഞങ്ങൾ വന്ന് പരിശോധിക്കുമ്പോൾ ഇതിങ്ങനെ തുറന്ന നിലയിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇവിടെ ആരും അധികാരപ്പെട്ടവരാരും ഉണ്ടായിരുന്നില്ല. ഇവർ നമ്മൾ വരുന്നറിഞ്ഞ് പോയതാണെന്ന് തോന്നുന്നു. പിന്നെ ഈ മീറ്റൊക്കെ, ഈ ഇറച്ചിയൊക്കെ സൂക്ഷിച്ചിരുന്ന ഫ്രീസറിലൊക്കെ എക്സ്പയറി കഴിഞ്ഞ സാധനങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ വേസ്റ്റ് വെള്ളമാണെങ്കിൽ അപ്പുറത്തെ തോട്ടിൽ കാനയിലേക്ക് ഒഴുക്കി കളയുന്ന രീതിയാണ്. 2-3 പ്രാവശ്യം ഇവർക്ക് താക്കീത് കൊടുത്തതാണ് നമ്മൾ. പക്ഷേ ഫൈനൊക്കെ അടപ്പിച്ചു. എന്നിട്ടും ഇവർ ഇത് തന്നെ വീണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനമാണ് ഇത് അടച്ചു പൂട്ടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലോട്ട് എടുത്ത് നമ്മൾ വന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നത്. ഇത് വന്ദേ ഭാരത് അടക്കമുള്ള ഇതിലേക്കാണ് ഇതിൻ്റെ ഭക്ഷണം പാചകം ചെയ്ത് ഇവിടെ നിന്ന് കൊടുക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിന് അധികാരപ്പെട്ട ഇവിടെ ഒരു മാനേജറാണ് ഉള്ളത്. മാനേജറെ ഇപ്പോൾ വിളിച്ചപ്പോൾ അയാൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞെങ്കിലും ആൾ ഇതുവരെ ഇങ്ങ് എത്തിയിട്ടില്ല. ഇവിടെ സംഭവം നടക്കുന്നതുകൊണ്ട് ആൾ ചിലപ്പോൾ മുങ്ങിയതായിരിക്കാം. അരുൺകുമാർ, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്റ്റിക്കർ ഇത് പതിപ്പിച്ചാണ് ഈ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നത്. ശേഷം പഴകിയ ഭക്ഷണം പാക്കിലാക്കി സ്റ്റിക്കർ ഉണ്ടോ അതിനകത്ത്? അതെ അരുൺകുമാർ, ഇതിൽ വന്ദേ ഭാരത് എന്നടക്കം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല സൗത്തേൺ റെയിൽവേ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നൊക്കെ തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പാക്കിലാക്കി ഈ ഭക്ഷണം ഈ സ്റ്റിക്കർ അടക്കം പതിപ്പിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയാണ്. മുട്ട കണ്ടു, പിന്നെ അവിടെ ഡാലാണോ എന്താ ഉള്ളത്? അത്തരത്തിൽ ചപ്പാത്തി, ഇവിടെ മുട്ടയുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് ഇറച്ചിയുടെ ഉൽപ്പന്നങ്ങളുണ്ട്, മറ്റ് ചില കറികളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ചില സ്നാക്സുകളുണ്ട്, ചപ്പാത്തി, അങ്ങനെ തുടങ്ങിയ ചില ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തന്നെ ഇവിടെയുണ്ട്. എല്ലാം വളരെ പഴകിയ സാഹചര്യത്തിലാണ്. ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അവർ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അവിടുത്തെയും സാഹചര്യം അങ്ങനെ തന്നെയാണ്. അവിടെയും ഈ പഴകിയ ഭക്ഷണങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും എല്ലാം തുറന്നു വെച്ച സ്ഥിതിയിലായിരുന്നു. വളരെ ദിവസങ്ങളോളം പഴക്കമുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ ഇവിടെയും വളരെ മോശമായ രീതിയിൽ തന്നെയാണ്. അകത്ത് കയറുമ്പോൾ വലിയ ദുർഗന്ധം വമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ തന്നെ ഈ ഫ്രീസറിലൊക്കെ തന്നെ വളരെ പഴക്കമുള്ള ഭക്ഷണമാണ് ഈ ഫ്രീസറിലൊക്കെ തന്നെ സൂക്ഷിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ആരോഗ്യ വിഭാഗം പറയുന്നത് പലതവണ ഇവർക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. ഇത് ഈ കാണുന്നത് ഒരു ഫ്രീസറാണ്. ഈ ഫ്രീസറിലൊക്കെ തന്നെ വളരെ പഴകിയ ഭക്ഷണമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ കവറിലൊക്കെ തന്നെ ആക്കി എത്രയോ ദിവസങ്ങൾ പഴക്കമുണ്ട്. അതിൽ എത്ര ദിവസം എന്നാണത് കൊണ്ടുവന്നത് അങ്ങനെയുള്ള ഡേറ്റുകളൊന്നും തന്നെ ആ കവറിൽ കാണുന്നില്ല. അത്തരത്തിൽ ഇതിൻ്റെ ഈ അടുക്കള ഭാഗത്തേക്ക് പോവുകയാണെങ്കിലും വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഉള്ളത്. പ്രത്യേകിച്ച് ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാം. ഇതിൻ്റെ പിറകുവശത്തേക്ക്, ഈ അടുക്കള ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയാത്തൊരു കാര്യം, വലിയൊരു ദുർഗന്ധം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അരുൺകുമാർ. എന്തായാലും ഇതിൻ്റെ പിറകുവശമാണ്. ഇവിടെയൊക്കെ തന്നെ വലിയ ദുർഗന്ധമുണ്ട്. അതോടൊപ്പം തന്നെ നേരിട്ട് ഇവിടെ ഓടയാണ്. ഈ ഓടയോട് ചേർന്ന് ഈ കാണുന്ന ഈ ഭക്ഷണം പാകം ചെയ്യുന്ന മേഖലയാണ്. അർജുൻ, എത്ര തവണ നമ്മൾ ഈ കഴിച്ചിട്ടുണ്ട്?
നോക്കി. അതുതന്നെയാണ് അരുൺകുമാർ, നമ്മൾ ഈ വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിൽ കവറുകളിലാക്കി ഇത്തരം ഭക്ഷണം എത്തുമ്പോൾ നമുക്കറിയില്ല അത് എവിടെ നിന്നാണ് പാകം ചെയ്യുന്നത് എന്ന് പലപ്പോഴും നമ്മൾ അന്വേഷിക്കാറില്ല, ആലോചിക്കാറില്ല. പക്ഷേ ഇതാണ് സാഹചര്യം. വളരെ മോശമായ രീതിയിൽ ഈ പാക്ക് ചെയ്ത്, അതും വന്ദേ ഭാരത് പോലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ആശ്രയിക്കുന്ന, ഏറ്റവും വേഗത്തിൽ പോകുന്ന ഒരു ട്രെയിൻ മാത്രവുമല്ല, നിരവധി ആളുകൾ ഭക്ഷണം സ്വാഭാവികമായും കഴിക്കുമെന്ന കാര്യം ഉറപ്പാണ്. നിരവധി ആളുകൾ കഴിച്ചിട്ടുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും അവർക്കുള്ള ഭക്ഷണമൊക്കെ തന്നെ ഇത്തരത്തിൽ പല കേന്ദ്രങ്ങളിൽ നിന്നാണ്, എവിടെ നിന്നാണ് നിർമ്മിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഇതിപ്പം കടവന്ത്ര പൊന്നുരുന്നി റോഡിലുള്ള ഒരു സ്ഥാപനമാണ്. ബൃന്ദാവൻ ഫുഡ് പ്രൊഡക്ട്സ് എന്നാണ് ഇതിൻ്റെ പേര്. ആരോഗ്യ വിഭാഗം തന്നെ പറയുന്നത് ഇവിടെ ആരൊക്കെയാണ് ഇതിൻ്റെ ഉടമകൾ, ആരാണിത് നടത്തുന്നത് എന്ന കാര്യത്തിൽ ഒന്നും തന്നെ ഒരു വ്യക്തതയില്ല. കൃത്യമായി ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരവുമില്ല. അത്തരത്തിൽ ഒരു സ്ഥാപനം നടന്നു പോകുന്നുണ്ട്. അതെ 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 അരുൺകുമാർ, വളരെ മോശമായ രീതിയിലാണ് അടുക്കള. വളരെ പഴകിയ ഭക്ഷണമൊക്കെ തന്നെ സൂക്ഷിക്കുന്നു. ഇവിടെ വന്നപ്പോൾ ഈ കുറേ ഹിന്ദി സംസാരിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവർക്കും ഇതിനെക്കുറിച്ച് വ്യക്തതയില്ല. അവരിവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവർ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, അവർ വളരെ മോശമായ രീതിയിൽ ഭക്ഷണം ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ അവർക്ക് അറിയില്ല. ഇതൊക്കെ തന്നെ തുറന്നു വെച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഒരു പക്ഷേ ഇന്ന് പരിശോധന നടന്നില്ലെങ്കിൽ ഇന്ന് പല കവറുകളിലാക്കി, പാക്കുകളിലാക്കി, വളരെ മനോഹരമായ പാക്കുകളിലാക്കി ഈ ട്രെയിനിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് നൽകാൻ സാധ്യതയുള്ള ഭക്ഷണമാണ് ഈ കാണുന്നതൊക്കെ തന്നെ. അത്തരത്തിൽ ഈ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ തന്നെ ചില കറികളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അതൊക്കെ വളരെ ദിവസങ്ങളോളം പഴക്കമുണ്ട് എന്ന് തന്നെയാണ് ആരോഗ്യ വിഭാഗം പറയുന്നത്. അത്തരത്തിൽ പ്രാഥമികമായി അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് പൂട്ടിക്കാനുള്ള നടപടിയിലേക്ക് കടക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത്രയും കാലം ഈ സ്ഥാപനം എങ്ങനെ പ്രവർത്തിച്ചു, അതോടൊപ്പം തന്നെ ഈ ഭക്ഷണം ആളുകൾക്ക് എങ്ങനെയാണ് വിതരണം ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന, നിരവധി ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണമാണ് ഇവിടെ ഈ തരത്തിൽ കാണുന്നത്. ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത് നമുക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഒരു കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ആരാണിത് നടത്തുന്നത് എന്ന് പോലും അറിയാത്ത സാഹചര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പഴകിയ മുട്ട, പഴകിയ ഇറച്ചി, പഴകിയ ഡാല്, പഴകിയ പിക്കിൾസ്, പഴകിയ എല്ലാ സാധനങ്ങളും. ഇത് കുറേ ആയോ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഇടപെടാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം കുറച്ച് നാളുകൾക്ക് മുമ്പ് കുടുംബി കോളനിയിലെ ആളുകൾ പുറകിൽ തോടാണ്. ആ തോട്ടിലേക്ക്, പുഞ്ചത്തോടിൻ്റെ ഭാഗമായുള്ള തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കുന്ന പരാതിയുമായിട്ട് ഞാൻ HAനെ വിളിച്ച് പറഞ്ഞു. HAനെ വിളിച്ച് HA പരിശോധിച്ചു. ആദ്യം വാണിംഗ് കൊടുത്തു, രണ്ടാമത് നോട്ടീസ് കൊടുത്ത് 10,000 രൂപ ഫൈൻ അടപ്പിച്ചിട്ട് ഇപ്പോഴും ആ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനേക്കാൾ അപ്പുറമായിട്ട് ഇന്നലെ വൈകുന്നേരം തൊട്ടടുത്ത് ഇവർ താമസിക്കുന്ന ഇവരുടെ ഫുഡിൻ്റെ ഇതൊക്കെ വെക്കുന്ന ഒരു സ്ഥലമുണ്ട്, ക്യാൻറ്റീൻ പോലെ, മറ്റേ ഗോഡൗൺ പോലത്തെ സ്ഥലമുണ്ട്. അവിടെ നിന്ന് സ്മെല്ല് വരാൻ തുടങ്ങിയിട്ട് തൊട്ടടുത്ത് കുടുംബിക്കോളിലെ ആളുകൾ എന്നെ വിളിച്ചു. വൈകുന്നേരം ഞങ്ങൾ വന്ന് നോക്കാൻ നേരത്ത് ഒരു 10-50 കിലോ ചിക്കൻ ചീഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു 5 ദിവസത്തെങ്കിലും പഴക്കമുണ്ടാവും. ആ സ്മെല്ല് ആ പ്രദേശം മുഴുവൻ പരന്നു. അപ്പോഴാണ് ആളുകൾ വന്ന് പരാതിയുമായിട്ട് വന്നത്. ഇന്നലെ അതൊക്കെ എടുത്ത് മാറ്റി. പക്ഷേ അവിടെ ഇരിക്കുന്ന മറ്റ് സ്റ്റോക്കിരിക്കുന്ന സാധനങ്ങളൊക്കെ മോശമായിട്ടുള്ള സാധനങ്ങളാണ്. പ്ലാസ്റ്റിക് വേസ്റ്റ് കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുന്നു, പല സ്ഥലങ്ങളിലും വേസ്റ്റ് നിറഞ്ഞിരിക്കുക. ഇത്രയും നടപടി എടുത്തിട്ട് പോലും ഒരു കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നില്ല. ഇപ്പോഴും പഴയപടി തോട്ടിലേക്ക് വെള്ളം ഒഴുക്കുന്നുണ്ട്. ഫുഡ് വേസ്റ്റൊക്കെ, ഇവിടെ പിടിച്ചിരിക്കുന്ന വേസ്റ്റൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും പഴകിയ ഫുഡാണ് ഇവിടെ കൊണ്ട് സപ്ലൈ ചെയ്യുന്നത്. അതിനപ്പുറമായിട്ട് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, ഞങ്ങൾ വ്യക്തമല്ല എങ്കിലും വന്ദേ ഭാരതിൻ്റെ സ്റ്റിക്കർ അടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. ആരാണ് ഈ സ്ഥാപനം നടത്തുന്നത് എന്നറിയാം പിടുത്തമില്ല. ഞാൻ വന്ന് പറയുമ്പോഴൊക്കെ ആദ്യം 3 പ്രാവശ്യം വന്നപ്പോൾ 3 മാനേജർമാർ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആദ്യത്തെ മാനേജറെ കണ്ട് സംസാരിച്ചു, അയാൾ നടപടി എടുക്കാമെന്ന് പറഞ്ഞു, ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. രണ്ടാമത് വന്നപ്പോൾ വേറെ ആളാണ്. ഇന്നലെ വന്ന് ഞങ്ങൾ വെള്ളം ഉണ്ടാക്കി പറഞ്ഞു, സാറേ ഞാൻ 2 ദിവസമായിട്ടുള്ള വന്നിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ മാസം കൂടുമ്പോൾ മാനേജർമാർ മാറ്റി ഞങ്ങൾ വന്ന് പരിശോധിക്കുമ്പോൾ ആളുകൾ വ്യക്തമായിട്ട് എന്താണ് മറുപടി പറയാൻ പോലും ആളില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടിടം വാടകയ്ക്ക് പ്രവർത്തിക്കുന്നത് തൊട്ടടുത്തുള്ള അവരാണ്. ആർക്കാണ് വാടക നൽകിയത് എന്നൊക്കെ അത് ഞങ്ങൾ ചോദിച്ചിട്ടില്ല അതിൽ വ്യക്തമായിട്ട്. കാരണം ഇത്രയും മോശമായ നടപടിയിലേക്ക് ആദ്യമായിട്ടാണ് കിടക്കുന്നത്. കുമാർ, അതാണ് സാഹചര്യം. അതായത് കൃത്യമായി ആരാണിത് നടത്തുന്നത് എന്ന കാര്യം പോലും വ്യക്തമല്ല. ഇവിടെ ആരോഗ്യ വിഭാഗത്തിൻ്റെ കൂടുതൽ ഉദ്യോഗസ്ഥരുണ്ട്. സാർ, ഇത് എത്ര കാലമായി പ്രവർത്തിക്കുന്ന എന്നൊരു വ്യക്തതയുണ്ടോ? ഇത് പ്രവർത്തിക്കാൻ തുടങ്ങി ഏകദേശം ഒരു 1.5 വർഷത്തോളമായിട്ടുള്ളതാണ് ഇതായിരിക്കണം. കാരണം നമ്മളത് അറിഞ്ഞു വന്നപ്പോൾ ആദ്യം ഇവിടുന്ന് ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എൻക്വയറിക്ക് വന്നത്. അപ്പോഴാണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതാണ്. ലൈസൻസ് എടുക്കാൻ വേണ്ടി 2 തവണ നോട്ടീസ് കൊടുത്തു.
അതുപോലെ ഇവരുടെ മലിനജലം കാനയിലേക്കാണ് ഒഴുകുന്നത്, പൊതു കാനയല്ല, തോടാണത്. ആ തോടിൻ്റെ കരയിൽ കുറേ വീടുകളുണ്ട്, താമസിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ദുർഗന്ധം കാരണം ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് കംപ്ലയിൻറ്റ് രൂക്ഷമായിട്ട് അവർ വിളിച്ചു പറഞ്ഞത്. ഇന്നലെയും ഇത് തന്നെയാണ് ആവർത്തിച്ചത്. ഇവരുടെ ആളുകളെ, ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളെ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലം വളരെ വൃത്തിഹീനമായ സാഹചര്യം, ഭയങ്കര ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെ പരാതി വന്നതിന് അടിസ്ഥാനത്തിൽ രാവിലെ പരിശോധനയ്ക്ക് വന്നപ്പോഴാണ് ഇതിൽ ഭക്ഷ്യഭക്ഷണങ്ങളും കണ്ടെത്തി നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ളത്. ഇവിടെയും ഭക്ഷണം സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനുള്ള മൈദ പോലുള്ള ചാക്കുകെട്ടുകൾ അതൊക്കെ എല്ലാം അവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അതും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് അവിടെ സൂക്ഷിച്ചത്. നിങ്ങൾക്ക് പോയാൽ കണ്ടാൽ അറിയാൻ പറ്റും. അരുകുമാർ, അത് തന്നെയാണ് സാഹചര്യം. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തും ഇതിൻ്റെ ഈ ഭക്ഷണ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതും വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ്. അത്തരത്തിൽ വന്ദേ ഭാരത്, സതേൺ റെയിൽവേ എന്നടക്കമുള്ള പോസ്റ്ററുകൾ, അതായത് അങ്ങനെയുള്ള സ്റ്റിക്കറുകളൊക്കെ തന്നെ പതിച്ചുകൊണ്ട് ആളുകൾക്ക് മുമ്പിലേക്ക് എത്തുന്ന ഭക്ഷണമാണ് ഇത് എന്നുകൂടി മനസ്സിലാക്കണം. അത്തരത്തിൽ വളരെ മോശമായ സാഹചര്യത്തിലാണ് ഭക്ഷണം. ഇത്തരത്തിൽ പലതരം കറി, അതോടൊപ്പം തന്നെ മുട്ട, ഇറച്ചി എന്നീ എല്ലാ ഉൽപ്പന്നങ്ങളും ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ പഴകിയ ഭക്ഷണം സൂക്ഷിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാണാം 5 ദിവസം പഴക്കമുള്ള. അതെ അരുകുമാർ, അതായത് എല്ലാ ഭക്ഷണ പദാർത്ഥത്തിലും ഈ പഴയ ഭക്ഷണത്തിലും ഈച്ചയൊക്കെ തന്നെയുണ്ട്. അതായത് ദിവസങ്ങളോളം പഴക്കമുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഫ്രീസറിൽ അടക്കം വളരെ പഴകിയ ഭക്ഷണമാണ് എന്ന് നമുക്ക് വ്യക്തമാണ്. എന്തായാലും അകത്തേക്ക് കയറുമ്പോൾ വലിയ ദുർഗന്ധമുണ്ട്. അത് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയില്ല. പക്ഷേ അത് അത്രത്തോളം പഴക്കമുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. എന്തായാലും ഈ സ്ഥാപനം നടത്തുന്ന ആരാണ്, എങ്ങനെയാണ് ഇയാൾ നടത്തുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ കോർപ്പറേഷന് പോലും വ്യക്തതയില്ല. ആകെയുള്ളത് ബൃന്ദാവൻ ഫുഡ് പ്രൊഡക്ട്സ് എന്നൊരു പേര് മാത്രമാണ്. മഞ്ഞ നിറത്തിൽ കാണുന്നത് ചിക്കനാണോ അതോ സ്നാക്സ് ആണോ? ഇവിടെ അത് എന്താണ് എന്ന കാര്യം വ്യക്തമല്ല അരുങ്കുമാർ. അതായത് വളരെ പഴക്കമുള്ള എന്തോ ഒരു ഭക്ഷണ പദാർത്ഥമാണ്. ഇതൊക്കെ തന്നെ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അത് പക്കാവടയാണെന്നാണ് മനസ്സിലാക്കുന്നത് അരുങ്കുമാർ. അതായത് ഇതൊക്കെ തന്നെ പല കവറുകളിലാക്കി ഈ ട്രെയിനുകളിലും മറ്റും വിതരണം ചെയ്യാൻ ഇരിക്കുന്നതിനിടയിലാണ് ഇന്ന് പിടികൂടിയത്. ഇല്ലെങ്കിൽ ഇന്ന് പലരും ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ പലരുടെയും മുമ്പിലേക്ക് ഭക്ഷണമായി എത്തേണ്ടതായിരുന്നു. രുചികരമായ ഭക്ഷണത്തെക്കുറിച്ച് വാട്സപ്പ് മെസ്സേജും സ്റ്റാറ്റസും സെൽഫിയും കൂടി ഇടും. രുചികരമായ ഭക്ഷണം, ഡെലീഷ്യസ് ഫുഡ് ഫ്രം വന്ദേ ഭാരത്. 5 ദിവസം പഴക്കമുള്ള ഭക്ഷണമാണ്. ഇതാണ് ഇറച്ചി, മുട്ട, ഇതെല്ലാം. അർജുൻ മട്ടന്നൂരും സംഘവും അവിടെ എത്തിയ ആ ദൃശ്യങ്ങൾ പകർത്തി പ്രേക്ഷകർക്ക് കൊടുക്കുകയാണ്. ഇത് കരുതി യാത്ര ചെയ്യുന്ന എല്ലാവരും എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ആകണമെന്നില്ല. ഇത് കൊച്ചിയിൽ നിന്ന് കയറ്റി വിടുന്ന ഫുഡിലാണ് ഇപ്പോൾ ഇത് ഉള്ളത്. ഇപ്പോൾ എന്തായാലും കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് 1.5 വർഷമായിട്ട് ഈ സ്ഥാപനം അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 1 വർഷം 1.5 വർഷമായിട്ട് ഈ സ്ഥലത്ത് ഈ വണ്ടിയിലൊക്കെ യാത്ര ചെയ്ത് നമ്മളടക്കമുള്ള ആൾക്കാർ എത്ര നാൾ ഈ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും അല്ലേ അർജുൻ? ഉറപ്പായിട്ടും അരുൺകുമാർ, അതായത് ഇത് 1.5 വർഷമായി ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കൗൺസിലർ അടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇത് ഈ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രവുമല്ല, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ അന്വേഷിക്കുമ്പോൾ ഇതിൻ്റെ ഉടമയാരാണെന്നറിയില്ല. ഒരു തവണ ഈ കൗൺസിലർ അന്വേഷിച്ചപ്പോൾ ഒരു മാനേജറായിരുന്നു. ആ മാനേജർക്ക് താക്കീത് നൽകിയതാണ്. പിന്നീട് വന്നപ്പോൾ മറ്റൊരു മാനേജറാണ്, വീണ്ടും വന്നപ്പോൾ മറ്റൊരു മാനേജർ. അത്തരത്തിൽ മാനേജർമാരടക്കം മാറുന്നു. അവർക്ക് പോലും അറിയില്ല. അവർ ചോദിക്കുമ്പോൾ പറയുന്നത് ഞാൻ 2 ദിവസം മുൻപാണ് വന്നത്, എനിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തതയില്ല എന്നാണ് മാനേജർമാർ പറയുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാകട്ടെ ഒട്ടും അതിനെക്കുറിച്ച് ധാരണയുമില്ല. എന്തായാലും അത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ ഇവിടെ നിന്ന് എല്ലാ ദിവസവും സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അത് പാക്ക് ചെയ്യുന്നുണ്ട് ട്രെയിനുകളിലേക്ക്. ഈ കാണുന്നൊക്കെ ഒരു ഫ്രീസറാണ് അരുങ്കുമാർ. ഇതിൻ്റെ ഈ ഫ്രീസറിന് ചുറ്റുപോലും ഈച്ച ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. തൊടാൻ പോലും ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഈ ഫ്രീസറൊക്കെ തന്നെ ഉള്ളത്. ഇതിലൊക്കെ ഏതാണ്ട് കഴുകിയിട്ട് ഏതാണ്ട് വർഷങ്ങളായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇല്ല, കഴുകിയിട്ടില്ല. ഫ്രീസറാണ് മനസ്സിലാക്കുന്നത്. വിൽപ്പനയ്ക്ക് വെച്ചതാ, പിന്നീട് കഴുകിയിട്ടില്ലെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ് അരുൺകുമാർ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു ഭക്ഷണം ഏതാണ്ട് പാക്ക് ഇതിൽ എന്താണെന്നറിയില്ല, വന്ദേ ഭാരതിന്റെ ബോർഡൊക്കെ വെച്ച് പാക്ക് ചെയ്ത നിലയിലുള്ളൊരു കവറാണ് ഈ കാണുന്നത്. വന്ദേ ഭാരതിന്റെ കവർ വെച്ച് പാക്ക് ചെയ്തേക്കുന്ന പാക്കറ്റ് ഒന്ന് തുറന്നു നോക്കി, എന്താ സംഭവം ഉള്ളിലുള്ളതെന്ന് അറിയാലോ. നമ്മളൊക്കെ കഴിച്ച ഭക്ഷണമാണോ അരുൺകുമാർ? എന്തായാലും എന്താണ് ഇതിൽ പാക്ക് ചെയ്തത് അറിയില്ല. എത്ര ദിവസം മുമ്പാണ് പാക്ക് ചെയ്തത് എന്നതും വ്യക്തമല്ല. എന്തായാലും ഇതെന്തോ ഒരു കറിയാണ്. ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഉരുളക്കിഴങ്ങോ അങ്ങനെ പല സാധനങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. എന്തായാലും ട്രെയിനുകൾ വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി അത് കാലപ്പഴക്കം ചെന്നുകൊണ്ട് തന്നെ അത് എന്താണ്
എന്ത് കറിയാണ് എന്ന് പോലും മനസ്സിലാക്കുന്നില്ല. തുറക്കുമ്പോൾ തന്നെ അതിലൊരു ദുർഗന്ധവും വരുന്നുണ്ട്. അത്തരത്തിലാണ് ഈ സാഹചര്യം. അതിൻ്റെ പുറത്ത് അതാണ് ഏറ്റവും നമ്മൾ ഗുരുതരമായ കാര്യം. അതിൻ്റെ പുറത്ത് അതിൽ കൃത്യമായ സ്റ്റിക്കറുണ്ട് എന്നുള്ളതാണ്. അതിൽ വന്ദേ ഭാരതിൻ്റെ ചിത്രമടക്കമുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നുണ്ട്, സതേൺ റെയിൽവേ എന്നുണ്ട്, YSA എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെയുണ്ട്. എനി അസിസ്റ്റൻസ് ഈ നമ്പർ വിളിക്കാമെന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ആ നമ്പർ ഇത് എത്ര കാലമായി വിതരണം ചെയ്യുന്നു എന്ന കാര്യമൊന്നും തന്നെ ഗുരുതരമായ വിഷയമാണ്. വന്ദേ ഭാരതിന്റെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, സതേൺ റെയിൽവേ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മാത്രമല്ല തുടർച്ചയായിട്ട് അർജുൻ മട്ടന്നൂർ പറഞ്ഞു 1.5 വർഷമായിട്ട് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിന്നൊക്കെ നമ്മളിലടക്കം എത്ര പേര് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടാവും. പലർക്കും ഇപ്പോൾ ചിലയിടങ്ങളിൽ ഈ റെയിൽവേയിലെ ഭക്ഷണം കഴിച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെന്ന് പറയില്ല. ഇതേപോലുള്ള ഭക്ഷണം കഴിച്ച് എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുന്നത്? തുറന്നു വെച്ചതാണ്, ഈച്ചയിരിക്കുന്നതാണ്, ദിവസങ്ങൾ പഴക്കമുള്ള ചിക്കനും മുട്ടയും ഒക്കെയാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത് എന്നത് മാത്രം ഓർമ്മിക്കുക. ഈ സ്ഥലം വളരെ അപകടം പിടിച്ചൊരു സ്ഥലമാണ്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള മനുഷ്യരെക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഫൈനടച്ച് വിടുകയല്ല വേണ്ടത്, ഇവരെയൊക്കെ കൃത്യമായിട്ട് പൂട്ടുക എന്നതാണ് വേണ്ടത്. ഇത് എന്തൊരു ചതിയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ സംവിധാനത്തെ ആശ്രയിച്ച് ഇത്രയും പൈസ കൊടുത്ത് എന്തോ ഒരു കയ്യിലെടുത്തിട്ടുണ്ടല്ലോ. എന്താ അത്? വന്ദേ ഭാരതിന്റെ പടമാണ്. വന്ദേ ഭാരതിന്റെ പേരിലുള്ള ഗ്ലാസ് ആണ് അരുൺകുമാർ. അതെ 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 ചെയ്തുകൊണ്ടാണ് ഈ ഉൽപ്പന്നങ്ങളൊക്കെ വന്ദേ ഭാരതിന്റെ സ്റ്റിക്കർ, വന്ദേ ഭാരതിന്റെ പ്രോഡക്റ്റ് ഉറപ്പായിട്ടും അതെ എല്ലാ ഈ പാത്രത്തിലും മറ്റ് ഗ്ലാസുകളിലൊക്കെ തന്നെ ഈ വന്ദേ ഭാരതിന്റെ സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വന്ദേ ഭാരതിലേക്ക് വിതരണം ചെയ്യാൻ തന്നെയാണ് എന്ന കാര്യം ഉറപ്പാണ്. കറക്റ്റ്. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വന്ദേ ഭാരതിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ആളുകൾ ഭക്ഷണമൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് കഴിച്ചാൽ മതിയാകും എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇത് കൊച്ചിയിൽ നിന്ന് മാത്രമാണ്. എല്ലാ സ്ഥലത്തെ ആളുകളെ നമ്മൾ പാനിക് ആക്കുന്നില്ല. മറ്റ് സ്ഥലങ്ങളിലൊക്കെ പരിശോധന ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേ ഇപ്പോൾ ഈ കാഴ്ച കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റൂ. ഇതാണ് അവസ്ഥ.